ഹായ് ഓൾ. ആദ്യം തന്നെ പ്ലീസ് എക്സ്ക്യൂസ് മൈ വോയിസ്. സുഖമില്ലാത്തതുകൊണ്ടാണ് ശബ്ദം മാറിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ചിക്കൻ ഗീ റോസ്റ്റാണ്. അപ്പോൾ അതിനായിട്ടൊരു പാൻ എടുക്കുക. ഈ റെസിപ്പിയിൽ എല്ലാം ഫുള്ളായിട്ടുള്ള സീഡ്സാണ് ആവശ്യമുള്ളത്. അത് ആദ്യം ഒന്ന് വറുത്തെടുക്കാനുണ്ട്. എൻ്റെ കയ്യിൽ സീഡ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പകരം പൊടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ 1.5 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ വരെ പെരുംജീരകം, 1/4 ടീസ്പൂൺ വരെ ചെറിയ ജീരകം, പിന്നെ കുറച്ച് വറ്റൽമുളക്, ഒരു 8-10 വറ്റൽമുളക്, പിന്നെ കുരുമുളക് പൊടി. അത് സീഡ് ഉണ്ടെങ്കിൽ സീഡ് തന്നെ യൂസ് ചെയ്യാം, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ. ലോ ഫ്ലെയിമിൽ എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഇതെല്ലാം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചോളം വലിപ്പം വരുന്ന ഇഞ്ചി, പിന്നെ 3 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം വാളംപുളിയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ എടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ നമ്മൾ അരച്ച് വെച്ച ആ ഒരു പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു കടായി എടുക്കുക. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഗീ റോസ്റ്റ് ആയതുകൊണ്ട് നെയ്യാണ് യൂസ് ചെയ്യേണ്ടത്. എത്ര യൂസ് ചെയ്യുന്നോ അത്രയും ഗീയുടെ ഫ്ലേവർ കിട്ടും. അതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു സവാള അതിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ച ആ ചിക്കൻ എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ചിക്കൻ നന്നായിട്ട് കുക്കായി വരുന്നവരെ അടച്ചു വയ്ക്കാം. ചിക്കനിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഊറി വന്നോളും. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കും കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ ഇതുപോലെ കറിയൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി കിട്ടിക്കോളും. ഇനി അതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇത് നോർമൽ സൺഫ്ലവർ ഓയിലിൽ കുക്ക് ചെയ്താലും നല്ലൊരു കറിയായി തന്നെ കിട്ടിക്കോളും. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഗീയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ചിക്കൻ ഗീ റോസ്റ്റ് എന്തായാലും ഇഷ്ടമാവും. അടിപൊളി കോമ്പിനേഷനാണ് എല്ലാത്തിൻ്റെയും കൂടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്